ഒരു പണിയില്ല. എന്നാ പിന്നെ കുറച്ച് മീൻ പിടിച്ച് കറിയൊക്കെ വെച്ചിട്ട് നിന്നെ ഡിന്നറിന് വിളിക്കാന്ന് കരുതി. ഡിന്നറോ? ഇന്ന് പറ്റില്ല ബണ്ണി. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വലിയൊരു പാർട്ടി ഉണ്ട്. ഓ പിന്നെ, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും പാർട്ടിയല്ലേ? ഇന്നൊരു ദിവസം ഡിന്നർ എന്റെ കൂടെയാക്ക്. നടക്കില്ല. ഇന്നത്തെ പാർട്ടിയിൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോവാം, നമ്മുടെ ലവ് അഫെയറിനെ പറ്റി. നമ്മുടെ അഫെയറോ? അതിന് നമ്മളെപ്പോഴാ പ്രേമിച്ചത്? എന്താ പറഞ്ഞേ? അതേന്നെ, നമ്മൾ തമ്മിൽ പ്രേമിച്ചിട്ടുണ്ടോ? ബണ്ണി, ബി സീരിയസ്. ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞേ. ഞാൻ തന്നെ പ്രേമിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പരിചയപ്പെട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തന്നെ പ്രേമിക്കുന്നു എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർത്തു നോക്കി. പിന്നെന്തിനാ ബണ്ണി അന്നെ ലൈറ്റ് ഹൗസിൽ കൊണ്ടുപോയി കേക്ക് ഒക്കെ മുറിച്ചത്? എന്താ മഹി, കേക്ക് മുറിച്ച പ്രേമാണെന്നാണോ? അപ്പൊ നമ്മളന്ന് ഒരേ ചായ കുടിച്ചതോ? ഒരു ചായ കുടിച്ചെന്ന് കരുതി പ്രേമാവോ? അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി അന്ന് ബൈക്കിൽ കുറെ കറങ്ങിയത്? ബൈക്കിൽ കറങ്ങിയെന്ന് കരുതി പ്രേമാവോ? നോക്ക് മഹി, നമുക്കിടയിൽ ഫ്രണ്ട്ഷിപ്പ് പ്രേമമായി കാണരുത്. എനിക്ക് പ്രേമം എന്ന് പറഞ്ഞ ഇഷ്ടമേ അല്ല. ഐ എം വെരി സോറി. മോളെ 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 നീ കാര്യം പറ. നീ എന്താ തല്ലി പൊട്ടിക്കുന്നെ? അണ്ണനും കൂടെ വല്ലതും തട്ടിപ്പൊട്ടിക്കണ്ട. ഞാൻ പറയുന്ന കാര്യമുണ്ട്, പൊട്ടിക്കണ്ട. തട്ടിപ്പൊട്ടിക്ക്. ഞാൻ പറയുന്ന ഈ കാര്യമുണ്ടെന്നാ പൊട്ടിക്ക്. എന്താ മോളെ? എന്തിനാ ഡാഡി ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നത്? നീ ഇതൊക്കെ തല്ലിപ്പൊടിച്ച് എന്തിനാണെന്ന് പറ മോളെ. ഇന്ന് എന്നെ ഒരുത്തൻ ഇൻസൾട്ട് ചെയ്തതുകൊണ്ടാ. ആരാവൻ? അവന്റെ പേരെന്താ? ബണ്ണി. സൂര്യ, അണ്ണാ അവൻ ആരാണെന്ന് വെച്ചാ പോയി പിടിച്ചോണ്ട് വാ. എന്താ പറഞ്ഞേ? എനിക്ക് ബണ്ണി വേണം ഡാഡി. അവനില്ലെങ്കിൽ ഞാൻ മരിക്കുകയുള്ളൂ. വർഷങ്ങൾക്ക് ശേഷം എന്റെ മോളിനോട് ആദ്യമായി സംസാരിച്ച് ഇതിനു വേണ്ടിയായിരുന്നല്ലേ? എനിക്ക് ബണ്ണിയെ വേണം ഡാഡി, ഇല്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ മരിക്കും. അയ്യോ മോൾ അങ്ങനെയൊന്നും പറയരുത്. ചെന്ന് ഒന്ന് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വാ. എന്താ എടാ ചെവിയും കേക്കില്ല നിനക്ക്? എനിക്ക് അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരാൻ. മോളെ ഇനിയെങ്കിലും കഴിക്കാലോ. ആദ്യം ബണ്ണി വരട്ടെ. എത്തിയോ? പോയി വിളിച്ചോണ്ടോ? എവിടേക്കാ? അണ്ണൻ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എവിടത്തെ അണ്ണൻ? ആരുടെ അണ്ണൻ? വരാൻ പറഞ്ഞ വന്നോണം. ഏയ് ശല്യം ചെയ്യാതെ പോടാ. വന്നില്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകും. എന്നാ കൊണ്ടുപോയിക്കോ. അവൻ അടിക്കരുതെന്ന് അണ്ണൻ പറഞ്ഞല്ലേ? ആട്ടിക്കൊണ്ടത് അവനല്ല, നമുക്കാ. മോനെ 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 പ്രശ്നം ഉണ്ടാക്കല്ലേ. നിന്നെ സോമരാജ് സാറാ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അയാൾ സോമരാജാവാണെങ്കിലും മഹാരാജാവാണെങ്കിലും എന്നെ കാണണമെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരണം. ഏയ് നിന്റെ നാക്ക് പൊങ്ങിയ എന്റെ കൈയാവും പൊങ്ങുക. മര്യാദക്ക് പോകുന്ന നല്ലത്. എവിടെ പോയി കിടക്കുമാര് തെണ്ടികള്? എവിടെ എവിടെ വന്നില്ലണ്ണ. എന്താ വരാഞ്ഞത്? വിളിച്ചപ്പോ പറയുക വരില്ലെന്ന്. ഞാനാ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? അത് പറഞ്ഞിട്ടാ വരാഞ്ഞത്. ഞാൻ സോമരാജൻ വിളിച്ചെന്ന് തന്നെയാണോ പറഞ്ഞത്? അതെ, അതാ കുഴപ്പമായത്. അതെന്താ? നിന്നെ സോമരാജൻ വിളിക്കുന്നു പറഞ്ഞപ്പോ സോമരാജായാലും എനിക്കെന്താ, മഹാരാജാവായാലും എനിക്കെന്താ. അവനെ കാണണമെങ്കിൽ ആരായാലും അങ്ങോട്ട് ഇല്ലണോന്ന്. അവൻ എങ്ങോട്ടും വരില്ല എന്ന് നാണം കെട്ടണ്ണ. അവൻ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? സെയിം ഡയലോഗാ അവനും പറഞ്ഞത്. അപ്പൊ ഞാൻ അവന്റെ അടുത്തേക്ക് ചെല്ലണമെന്നാണോ? ഹീസ് ഓൺ ദ വേ. അവൻ വരുന്നുണ്ട് മോളെ, അതാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. വരില്ലണ്ണ, ഞാൻ തന്നെ വരാം. വാ. കുറച്ചു മുമ്പേ അല്ലേ തുടച്ചത്? ഏയ് എന്റെ ബൈക്ക് ഞാൻ തുടയ്ക്കുന്നു, അതിന് തനിക്കെന്താ? ബണ്ണി എന്ന് പറയുന്നത് നീയാണോ? അതെ. എന്താ വേണ്ടേ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് എന്നെ കുറിച്ചും ശരിക്കറിയില്ല. നിന്നെ കുറിച്ച് എന്താണ് ഇത്ര അറിയാൻ? നിങ്ങളെ കുറിച്ച് ഇത്ര അറിയാൻ എന്താ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്കും അതാ പറയാനുള്ളത്. എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എനിക്ക് നിങ്ങളോട് അത് തന്നെ പറയാനുള്ളത്. ശരി, ഞാൻ കാര്യം പറയാം.
എന്റെ മോള് നിന്നെ കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിനീ മസിലി കൊടുത്തൊക്കെ എന്തിനാ? വരാന്ന് ചെന്ന് പറഞ്ഞേക്ക്. വരാന്ന് ചെന്ന് പറയുന്നത് എന്തിനാ? എന്റെ കൂടെ അങ്ങ് വന്നാ പോരെ? ഇപ്പോ പോസ്റ്റ്മാൻ ആണെന്ന് വിചാരിച്ചോ, അയാളുടെ പണി എന്താ? കൊടുത്ത കത്തം കൊണ്ടുപോവുക, വരുന്ന കത്ത് നമുക്ക് തരിക. അതുപോലെ ഒരു മീഡിയേറ്ററായി വന്നുകൊണ്ട്. ഞാൻ മീഡിയേറ്റർ ഒന്നും അല്ല. പിന്നെ സോമരാജ ഇത്. ആരായാലും എനിക്ക് പുല്ല, വെറും പുല്ലാന്ന്. എല്ലാരും കൂടെ മാറിയേക്ക്. ഇതിനെ കൂടെ എടുത്തു പോടാ. വളച്ചു കെട്ടുന്നില്ല, സ്ട്രൈറ്റ് ആയിട്ടങ്ങ് പറയാം. നീ എന്റെ മോളെ പ്രേമിച്ചെന്തിനാ? വെറുതെ അനാവശ്യം പറയരുത്. നിങ്ങളുടെ മോൾ എന്നെയാ പ്രേമിച്ചത്, ഞാൻ നിങ്ങളുടെ മോളെ പ്രേമിച്ചിട്ട്. പ്രേമിക്കരുത്. അതുകൊണ്ടല്ലേ വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. മോനെ, നീ വന്നില്ലെങ്കിൽ അവിടെ ഒന്നും കഴിക്കില്ലെന്നാ പറയുന്നേ. അവള് വിശന്നിരുന്നാ എനിക്കത് സഹിക്കില്ല. ഒത്തിരി നാൾ കൂടി അവളെന്നോട് സംസാരിച്ചത്. ഒന്ന് അവിടം വരെ വന്ന് അവളെ ആഹാരം കഴിപ്പിച്ചില്ലെങ്കിൽ പോരെ? ഞാൻ വരാം. ആഹാരം കഴിച്ചു കഴിഞ്ഞാ അവൾ ഉറങ്ങുന്നവരെ ഇരിക്കൂ, അവൾ ഉണരുമ്പോ താരാട്ട് പാടൂ, അവളോട് പോയി ഐ ലവ് യു പറയൂ എന്നൊക്കെ പറഞ്ഞാ അത് നടക്കില്ല. ഇല്ലില്ല, അങ്ങനെയൊന്നും പറയില്ല. നീ വാ വാ വാ. ഞാനെന്താ കാറിനടുത്തേക്ക് വരണോ? കാർ ഇങ്ങോട്ട് വരില്ലേ? വരും. മോളെ, മഹി, സീതേ, മോള് വല്ലതും കഴിച്ചോ? ഇല്ല. ആന്റി, ഇനി നിങ്ങൾ ആരും വിഷമിക്കണ്ട. പോയി ആഹാരം എടുത്തോണ്ട് വാ, ഞാൻ കൊടുത്തോളാം. മഹി, മഹി. എന്താ മഹി ആഹാരം കഴിക്കാത്തെന്താ? കൊച്ചു കുട്ടികളെ പോലെ. നിന്നെ ലാളിച്ച് വഷളാക്കിയതാ. കഴിക്കി. നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോ? മഹി, എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലയോന്ന്? പ്രേമിക്കുന്നു പറ. ആഹാരം കൊടുത്താൽ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും പറഞ്ഞേക്കടാ നീ. അവള് കഴിക്കട്ടാ, പറഞ്ഞേക്ക്. ശരി, എന്റെ മനസ്സിലുള്ള ഞാൻ പറയാൻ പോവാ. മഹി, സത്യം പറയട്ടെ, നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാ, എന്റെ ജീവന. പക്ഷെ നിന്റെ അച്ഛനെ എനിക്ക് പേടിയാ. മോനെ, നീ എന്തിനാടാ എന്നെ പേടിക്കുന്നത്? നിങ്ങൾ എന്നെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ? എന്റെ മോൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാടാ? അല്ലേ മോളെ? ഒന്നും ചെയ്യില്ല. എന്നാ ഞങ്ങൾ പ്രേമിച്ചോട്ടെ. മഹി, നിന്നെ പ്രേമിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ വല്ലാതെ വിഷമിപ്പിച്ചു. ഐ എം വെരി സോറി. ഐ റിയലി ലവ് യു. ഈ പൊട്ടൊരിക്കലും മായുന്നത് എന്റെ അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു അല്ലേ? എന്താ അരി, എന്തിനാ കരയുന്നത്? നിന്നെ കണ്ട എന്റെ അനന്തരവനാണെന്നല്ല, എന്റെ ഏട്ടനാണെന്നാ എനിക്ക് തോന്നുന്നത്. ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടടാ. എന്നാ നിനക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയുണ്ട് മോനെ എനിക്ക്. ഈ അനന്തരവൻ പേടിപ്പിക്കുന്നവനല്ലാതെ ആരെയും പേടിക്കുന്നവനല്ല ആന്റി. ആന്റി ധൈര്യമായിട്ടിരിക്കെ. അണ്ണാ, സോമരാജയുടെ മോൾക്ക് വേറെ കല്യാണം ഫിക്സ് ചെയ്തു. ചെയ്യട്ടെ. കല്യാണം നടക്കുന്ന ആ നിമിഷം അവന്റെ കൺമുമ്പിലിട്ട് തന്നെ അവന്റെ മരുമകനെ തീർക്കണം. എത്ര പേരവളെ കെട്ടാൻ വന്നാലും അവരെ കൊന്നു കൊലവിളിക്കണം. ഒന്നുകിൽ അവൾ എന്റെ മകന്റെ ഭാര്യയായി ജീവിക്കണം, ഇല്ലെങ്കിൽ എന്നും ഒരു വിധവയായി കഴിയണം. ആ സ്വത്തുക്കൾ എനിക്കുള്ളതാ, അവന്റെ മകൾ എന്റെ മകനുള്ളതും. ഇതാണ് ഫിക്സ്. എന്താണ് ശബ്ദം കേൾക്കുന്നത്? മോള് ബണ്ണിയുടെ കളിക്കുന്നതാ. വിശേഷം തിരക്കാൻ വന്നിരിക്കുന്നു. എന്നെ അങ്ങ് കൊല്ല്. ശരിക്കും നിന്റെ അല്ലേ എന്റെ കണ്ണാ പൊട്ടേണ്ടിരുന്നത്. ഇത് ഞാൻ എങ്ങനെ കണ്ടോണ്ടിരിക്കൂടാ? അണ്ണാ, അവര് കളിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല അണ്ണാ. ഏത് തന്തയ്ക്കാടാ ഇഷ്ടപ്പെടുന്നത്? പിന്നെന്തിനാ അവനെ വിളിച്ചോണ്ട് വന്നത്? അവള് ചാവൂന്ന് പറഞ്ഞു നീയും കേട്ടല്ലടാ. ഓ, എന്നൊരു കാര്യം ചെയ്യണ. അണ്ണൻ ചാക. എന്താ പറഞ്ഞത്? ചാകുക എന്ന് പറഞ്ഞാൽ ശരിക്കും ചാകാനല്ലണ്ണ. ഒരു വ്യാജ പോയിസൺ കഴിച്ച് ചാകുന്ന് പറഞ്ഞ് മോളെ വരട്ടെ, അവളുടെ മനസ്സ് മാറിക്കോളും. എങ്ങനെ? എന്താ, അന്ന് അണ്ണനും സാധനങ്ങൾ ഉടച്ചപ്പോ മോള് നിർത്തിയില്ലേ? ഇതും അതുപോലെ തന്നെ. വന്നോ? എന്താ മോനെ? താങ്ക് യു സോ മച്ച്. എനിക്ക് മഹിയെ വലിയ ഇഷ്ടമാ. പക്ഷെ അങ്കിൾ എനിക്ക് പേടിയായിരുന്നു. ഇപ്പൊ പേടിയെല്ലാം പോയി. ഞാൻ സ്നേഹിച്ച പെണ്ണ് എനിക്ക് കിട്ടാൻ പോകുന്നു. ഐ ആം സോ ലക്കി. ഓക്കെ അങ്കിൾ, ഞാൻ നാളെ വരാം. ഓക്കെ, ബൈ. നമ്മൾ പ്ലാൻ ചെയ്തതല്ലേ അവൻ കേട്ടാ? എന്താ? ഒന്നുമില്ല, ബിസിനസ് കാര്യം പറഞ്ഞതാ. ബിസിനസ്. ഓക്കെ, ബൈ അങ്കിൾ. ബൈ. അണ്ണാ, ഇപ്പൊ പോയല്ലോ അല്ലേ? പോയടാ. കണ്ണില്ലാത്തോണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് അണ്ണാ. എന്ന ജന്മനെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ സൗണ്ട് കേട്ട് അഡ്ജസ്റ്റ് ആയിരുന്നു. നിർത്തുന്നുണ്ടോ നിന്റെ ഒരു പുരാണം? ആ വ്യാജ പോയിസൺ എവിടെ കിട്ടുമെന്ന് വെച്ചാ പോയി കൊണ്ടുവാ. ശരി.
എന്താ ഡാഡി ഇങ്ങനെ നോക്കുന്നത്? നീ അവനെ മറക്കണം. അതെന്താ ഡാഡി? ഇതിനു മുൻപെല്ലാം സമ്മതിച്ചതല്ലേ? അപ്പ സമ്മതിച്ചെങ്കിലും ഇപ്പൊ വേണ്ടെന്ന് തോന്നുന്നു. സോറി ഡാഡി. ഡാഡിയെ പോലെ എപ്പോഴും എപ്പോഴും വാക്ക് മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല. ആദ്യം ഈ പിടിവാശിയ കളയേണ്ടത്. ഞാൻ നിന്റെ ശത്രുവല്ല മോളെ, സ്വന്തം അച്ഛനാ. ഞാൻ എന്തിനാ ഇത് പറയുന്നത് നീ ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിക്കേ. ആലോചിച്ചിട്ട് തന്നെയാ. സ്നേഹം ബുദ്ധിയിൽ നിന്നുണ്ടാകേണ്ടതല്ല ഡാഡി, ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടത്.